നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 602. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. നാരായണ 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 നാരായണ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 602 മധുരായാത്ര വിളംബരം. അപ്പോൾ ഇതിൻ്റെ മുമ്പേ അക്രൂരൻ ഭഗവാന്മാരായ ബലരാമനെയും ശ്രീകൃഷ്ണനെയും കണ്ടുമുട്ടിയിട്ടുള്ള ഭാഗങ്ങളെപ്പറ്റി പറഞ്ഞു. അതിൽ 35-ാമത്തെ ശ്ലോകം, ഗോകുലേശൻ്റെ മധുനേർമൊഴി കേട്ട് മഹാശയൻ തൊഴുകൈ പൂണ്ടുമിണ്ടാതെ ഇരുന്നാൻ പ്രേമവിഹ്വലൻ. അതായത് ഭഗവാന്റെ ഗോകുലേശൻ്റെ, അതായത് ഗോകുലനാഥൻ നന്ദഗോപരുടെ മധുനേർമൊഴി കേട്ട്, മധുരം ഊറുന്ന വാക്കുകളെ കേട്ട് മഹാശയൻ, എത്ര വലിയ ആശയങ്ങളുടെ ഉടമസ്ഥനാന്ന് പറയാൻ പറ്റില്ല, തൊഴുകൈ പൂണ്ടുമിണ്ടാതെ ഇരുന്നാൻ പ്രേമവിഹ്വലൻ. പ്രേമം കൊണ്ട് ഇന്ദ്രിയങ്ങൾ തളരുന്നൊരു സന്ദർഭമുണ്ട്. അതുതന്നെയാണ് പ്രേമവിഹ്വലൻ എന്ന് പറഞ്ഞത്. അങ്ങനെയാണത് അവസാനിച്ചത്. അപ്പോൾ ഇവിടെ 1-ാമത്തെ ശ്ലോകം വരുന്നത്, മണിമഞ്ചത്തിൽ അക്രൂരൻ ആഹ്ലാദം പൂണ്ടിരിക്കയാം വഴിനീളെ വിചാരിച്ചതെല്ലാം സാധിച്ച ഭാഗ്യവാൻ. അല്ലേ? വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആനന്ദാനുഭൂതിയുണ്ട്. അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. മണിമഞ്ചത്തിൽ അക്രൂരൻ ആഹ്ലാദം പൂണ്ടിരിക്കയാം വഴിനീളെ വിചാരിച്ചതെല്ലാം സാധിച്ച ഭാഗ്യവാൻ. സർവേശ്വരൻ പ്രസാദിക്കൽ എന്തും സുലഭമെങ്കിലും, ആ ഒരു പ്രമാണമാണ്. ആ പ്രമാണത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. സർവേശ്വരൻ പ്രസാദിക്കൽ എന്തും സുലഭമെങ്കിലും മഹിതാത്മാക്കൾ മറ്റൊന്നും ആശിക്കാ ഭക്തി എന്നീ. അതായത് ഇന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. എന്താ അത്? സത്പ്രവൃത്തികൾ നിരന്തരം ചെയ്യുന്നത് ആഗ്രഹാഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായും ആ ജീവൻ ജനനമരണമാകുന്ന കാലചക്രപ്രവാഹത്തിൽ പെട്ടുഴലും. നേരെ മറിച്ച് ഏതൊരു ജീവനാണ് സത്കർമ്മങ്ങൾ അവരവരുടെ കടമയാണെന്നും കടപ്പാടാണെന്നും കരുതി നിഷ്കാമനായിട്ട് ജീവിക്കുന്നത്, അവൻ മോക്ഷത്തെ പ്രാപിക്കും. ഇവിടെ വ്യക്തി ഒന്നാണ്, കർമ്മം ഒന്നാണ്, സത്പ്രവൃത്തികളാണ്, നിരന്തരം ചെയ്യുന്ന സത്പ്രവൃത്തികളാണ്. പക്ഷേ നമ്മുടെ മനസ്സിലെന്താണ് ആഗ്രഹം? നിഷ്കാമമാണോ? രക്ഷപ്പെടാം. അല്ല, ആഗ്രഹാഭിലാഷങ്ങളാണോ? തെറ്റുപറ്റി. ഇത് ഭക്തിയുടെ ഒരു ഭാവമാണ്. അത് മനസ്സിലാക്കാൻ ത്രാണി ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഊൺ കഴിഞ്ഞുടൻ ഉത്സാഹം പൂണ്ടു ചോദിച്ചു മെല്ലവേ അക്രൂരനോട് കംസൻ്റെ കുതന്ത്രം. ദേവകീസുതൻ, ദേവകീസുതനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ, അല്ല അക്രൂര അഫ, ചെറിയച്ച, എന്തൊക്കെയാണ് അവിടുത്തെ വർത്തമാനങ്ങൾ? അങ്ങയുടെ രാജാവിൻ്റെ മനസ്ഥിതി എന്താണ് ചോദിച്ചു. ഊൺ കഴിഞ്ഞ് ഉടൻ ഉത്സാഹം പൂണ്ടു ചോദിച്ചു മെല്ലവേ അക്രൂരനോട് കംസൻ്റെ കുതന്ത്രം. ദേവകീസുതൻ, അമ്മാമനെന്ന പേരും പൂണ്ടയാൾ ജീവിച്ചിരിക്കവേ. ഈ ശ്രീകൃഷ്ണൻ്റെ ആരാ? ഈ കംസൻ ദേവകിയുടെ ആങ്ങളെയാണ്. അമ്മാമനെന്ന പേരും പൂണ്ടയാൾ ജീവിച്ചിരിക്കവേ നമുക്ക് എങ്ങനെയാം സൗഖ്യം പ്രജകൾക്കും ജഗത്തിൽ. അപ്പോൾ ആത്മകഥം പറയാണ്, അമ്മാമൻ എന്ന പേരും പൂണ്ടയാൾ ജീവിച്ചിരിക്കവേ നമുക്ക് എങ്ങനെയാം സൗഖ്യം. നമുക്ക് സൗഖ്യം ഉണ്ടാവില്ല. കാരണം ക്രൂരനാണ് അയാൾ.
പല കഷ്ടവും അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ കാരണം. ഭഗവാൻ പറയാണ് വസുദേവർക്കും ദേവകി ദേവിക്കും ഞങ്ങൾ കാരണം, പല കഷ്ടവും അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ കാരണം, ഏൽക്കേണ്ടി വന്നു ജയിലിൽ പാർപ്പും അങ്ങ് എന്തു ചെയ്തിടാം. അങ്ങക്കിപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കുക? അങ്ങനെ മന്ത്രിയായിട്ട് കാര്യമില്ലല്ലോ, അയാൾ ക്രൂരനല്ലേ. അഫൻ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം വളവറ്റതാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങ് ഞങ്ങളെ കാണാൻ വന്നു, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേക കാരണം വല്ലതുണ്ടാവാം അതും ചൊല്ലണം. എന്തിനു വേണ്ടി വന്നു അത് ഞങ്ങളോട് സത്യസന്ധമായിട്ട് പറയണം. ഈ വണ്ണം അജിതൻ മെല്ലെ ചോദിക്കേ ചൊല്ലി യാദവൻ. അജിതൻ എന്ന് പറഞ്ഞെന്താ? ജനിക്കാത്തവണ്ണ, അവതാരം ജനനല്ല. പക്ഷയോ ഈ വണ്ണം അജിതൻ മെല്ലെ ചോദിക്കേ ചൊല്ലി യാദവൻ ദേവർഷി വന്നോതിയതും കംസൻ കോപത്തോടച്ഛനെ കൊല്ലാനുരുമ്പെട്ടതും ആ മഹാമുനി തടഞ്ഞതും. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ദേവർഷി വന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത്. അത് കേട്ട ഉടനെ വസുദേവരെ കൊല്ലാൻ പുറപ്പെട്ടു. ഉടനെ നാരദ മുനി തടഞ്ഞു, ജയിലിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മഹാമുനി തടഞ്ഞതും ധനുര്യാഗോത്സവത്തിൻ്റെ പേരിൽ നിങ്ങളെ എത്രയും ഉപദ്രവിപ്പതിനായി. ഒരു ധനുര്യാഗം എന്നുള്ളൊരു ഉത്സവത്തിൻ്റെ പ്രതിച്ഛായയിൽ നിങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടി തുനിഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ടു ചെല്ലാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പോൾ ധനുര്യാഗോത്സവത്തിൻ്റെ പേരിൽ നിങ്ങളെ എത്രയും ഉപദ്രവിപ്പതിനായി ആൾ ഓരോരേർപ്പാടു ചെയ്തതും മറ്റും ബലാനുജൻ ശ്രീകൃഷ്ണൻ കേട്ട് ചിരിച്ചും കൊണ്ടു ചൊല്ലിനാൻ. പുല്ലാണേ ഞങ്ങൾക്ക് പുല്ലാണേ എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇഷ്ടമായി എനിക്കറിയില്ല, എനിക്കിഷ്ടമായി. പുല്ലാണ്. കംസൻ്റെ കുതന്ത്രം ഞങ്ങൾക്ക് പുല്ലാണെന്ന് തന്നെ പറഞ്ഞത്. ആ ചിരിയിൽ അതാ അടങ്ങിയത്. ഇവയൊന്നും ഒരാളോടും ചൊല്ലിയിടായെന്നുമല്ലവേ, മഹീപാലൻ്റെ നിർദ്ദേശം മാത്രം ചെന്നുടൻ അച്ഛനെ ധരിപ്പിച്ചു. കുമാരന്മാരുടൻ താൻ ഗോകുലാധിപൻ ഗോപന്മാരെ വിളിച്ചോതി മോരും തൈരും ആവതും. അപ്പോഴേക്കും അവിടുത്തെ ഗോകുലത്തിലത്തെ അവസ്ഥ മാറി. എന്താ മാറിയത്? ഇവയൊന്നും ഒരാളോടും ചൊല്ലിയാടുന്നു ചൊല്ലവേ. ഇതൊന്നും ഇപ്പോൾ നമ്മൾ ആരോടും പറയണ്ട. മഹീപാലൻ്റെ നിർദ്ദേശം മാത്രം ചെന്നുടൻ അച്ഛനെ, മഹീപാലൻ കംസൻ്റെ രാജാവിൻ്റെ നിർദ്ദേശം മാത്രം ചെന്നുടൻ അച്ഛനെ ധരിപ്പിച്ചു. ആരോട്? നന്ദഗോപുരോട്. മറ്റു കാര്യമൊന്നും പറഞ്ഞില്ല. കുമാരന്മാരുടൻ താൻ ഗോകുലാധിപൻ ഗോപന്മാരെ വിളിച്ചോതി. അപ്പോൾ നന്ദഗോപുര ഒരു പരസ്യം കൊടുത്തു. ഇതാ നമ്മളെല്ലാവരും നാളെ നേരം വിളിച്ചായാൽ കംസന് കപ്പം കൊണ്ടുപോകാൻ വേണ്ടി പോകണം. അതായത് തൈര് നെയ്യൊക്കെ എടുത്ത് കൊണ്ടുപോകും. ഗോപന്മാരെ വിളിച്ചോതി മോരും തൈരും ആവതും ഉള്ളാടത്തോളവും നെയ്യും തയ്യാറാക്കണം. ഏവരും കംസനു കാഴ്ച വെച്ചിടാൻ ഇന്നു തന്നെ ഒരുക്കണം. ഇന്ന് ഒരുക്കിയാലേ നാളെ കാലത്ത് നമുക്ക് പുറപ്പെടാൻ പറ്റുള്ളൂ. വണ്ടിക്കാരൊക്കെ ഇപ്പോൾ താൻ വരണം, നാളെ രാവിലെ പുറപ്പെടണം. മധുരയ്ക്ക് എങ്ങെങ്ങും അറിയിക്കുവിൻ. എല്ലാവരും വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും അറിയിക്കണം. രാമനും കൃഷ്ണനും പോകാൻ ഉത്സാഹം പൂണ്ടു നിൽക്കയാം. നമ്മുടെ 2 ചങ്ങാതിമാരുണ്ടല്ലോ, അവർ രണ്ടാളും ഉത്സാഹം പൂണ്ടു നിൽക്കയാം. മറ്റന്നാളാണ് വമ്പിച്ച ധനുര്യാഗ മഹോത്സവം. മറ്റന്നാൾ വലിയൊരു ധനുര്യാഗ മഹോത്സവം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ കാലത്ത് പുറപ്പെട്ട നാളെ വൈകുന്നേരം നമ്മൾ എടുത്തും. മറ്റന്നാൾ പൊടി പൂരാണ്. അപ്പോൾ ധനുര്യാഗ മഹോത്സവം കാണാൻ പല നാട്ടുകാരും അവിടം വന്നു ചേർന്നിടും. പലതരത്തിലുള്ള നാട്ടുകാരവിടെ വന്നു ചേരും. അയച്ചിരിക്കുന്നു ശരിക്ക് അക്രൂരനെ മഹാമതി. ശരിക്ക് അയച്ചണു എന്നാണ് പറഞ്ഞതേ. അതിലൊക്കെ ഒരു അർത്ഥങ്ങളുണ്ട്. ശരിക്ക് അയച്ചിരിക്കുക അക്രൂരനെ മഹീപതി. കംസൻ അക്രൂരനെ അയച്ചിട്ടുണ്ട്.
ഈ വണ്ണം ഗോകുലത്തിങ്കലെങ്ങും ചെയ്തു വിളംബരം കൃഷ്ണനും രാമനും നാളെ കാലത്തു മധുരാപുരം കാണാൻ പോം എന്ന ദുർവാർത്ത. ഇത് കേൾക്കണവർക്ക് എല്ലാവരും നെയ്യും തൈരും പാലും എടുത്തിട്ട് മധുരയ്ക്ക് പോണേൽ യാതൊരു വിഷമമില്ല. പക്ഷേ ഗോപസ്ത്രീകൾക്ക് ആകമാനം കൃഷ്ണരാമന്മാർ വൃന്ദാവനത്തിൽ നിന്ന് മധുരയ്ക്ക് പോകണമെന്ന് കേട്ടപ്പോൾ അതൊരു മോഹാലസ്യത്തിനുള്ള കാര്യമായി. അപ്പോൾ കൃഷ്ണനും രാമനും നാളെ കാലത്തു മധുരാപുരം കാണാൻ പോം എന്ന ദുർവാർത്ത ആരോ കൊണ്ടു വിളമ്പവേ ആയർ പെൺമണിമാർക്കുള്ളം പതറി. പലമട്ടിലും മനസ്സ് ചഞ്ചലിച്ചു വരിക. ചില ഗോപികൾ തൻ ഭക്തരും വാടി വിരഹചിന്തയാൽ, ചിലവർക്ക് വിരഹചിന്തയാൽ മുഖം വാടി. ഉടൻ ക്ഷീണിച്ചു ചില പേർക്ക് ഉടപെട്ടു ഇക്കഴിഞ്ഞുപോയി. വസ്ത്രം അഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേർക്കും നമുക്ക്. ദുഃഖവാർത്ത കേൾക്കുമ്പോൾ ഒരു കാളലുണ്ട്, അത് കാളിയാൽ വയറ് ചുങ്ങും. വയറ് ചുങ്ങിയാൽ വയറ്റിൽ കുത്തിയിട്ടുള്ള പാവാടിയും അല്ലെങ്കിൽ ഉടുവസ്ത്രങ്ങൾ താഴേക്ക് വീഴും. അതിൻ്റെ ഒരു അവസ്ഥ ഭയങ്കര പ്രമോഷയം. ചില ഗോപികൾ തൻ ഭക്തനം പാടി വിരഹചിന്തയാലുടൻ ക്ഷീണിച്ചു ചില പേർ കൊടുപാട്ട് കിഴിഞ്ഞു പോയി. കൃഷ്ണചിന്തയിൽ മറ്റെല്ലാം മറന്നു ചില ഗോപികൾ ശരീരം പോലും ഓർത്തിയില്ല മോക്ഷമാർന്നവർ പോലവേ. മോക്ഷം കിട്ടിയ ആൾക്കാർക്ക് ശരീരാഭിമാനം ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ ഉള്ളം കവരും ആ മന്ദസ്മിതവും മധുവാക്യവും ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും ചാതുര്യത. ഉള്ളം കവരും ആ മന്ദസ്മിതവും മധുവാക്യവും പോവതാം തീർപ്പും ഓർത്തോർത്ത് മൂർച്ഛിച്ചു ചില ഗോപികൾ ബോധം ഇല്ലാണ്ടായിന. കരീന്ദ്രനൊത്ത നടയും കമനീയ കടാക്ഷവും. ചെറിയൊരു ആനക്കുട്ടി ഓടി നടക്കണ കൂട്ടത്തിലാണ് ഇവരുടെ നടത്തം. കരീന്ദ്രനൊത്ത നടയും കമനീയ കടാക്ഷവും മുഗ്ധവാക്കും മുകുന്ദൻ്റെ പല ശൃംഗാരലീലയും ഉള്ളം വഴിഞ്ഞൊഴുകും ആ മഹാഭാഗകളേവരും. ഗോപസ്ത്രീകളെല്ലാവരും ഒത്തുചേർന്ന് അരുളി ചെയ്താരന്യോനം നിർഭരരായിട്ട് അവർ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാസലീലാവിലാസൈകലോലൻ ഗോപാലബാലകൻ. ആ വാക്കെടുത്താൽ പൊന്നില്ല. ഏത്? രാസലീലാവിലാസൈകലോലൻ ഗോപബാലകൻ കംസൻ്റെ കാർമുഖം പൂജിപ്പതു കാണാൻ കൊതിക്കുമോ. രാസലീലാവിലാസൈകലോലൻ, അത് വലിയൊരു പദപ്രയോഗമാണ്. രാസലീല വിലാസത്തിലെ അതിലോലൻ എന്നർത്ഥം. അതിലോല മനസ്ഥിതിയാണ് അദ്ദേഹത്തിന്. ഗോപാലബാലകൻ കംസൻ്റെ കാർമുഖം പൂജിപ്പത് കാണാൻ കൊതിക്കുമോ. കംസൻ്റെ ധനുര്യാഗത്തിൽ നമ്മുടെ ഓമനക്കുട്ടൻ എന്താ അവിടെ വെച്ചിരുന്നതെന്നാ ചോദ്യേ. ധനുര്യാഗത്തിനും മറ്റും യശോദാമുകിൽ വർണ്ണനെ അയക്കുകയില്ല രാധേ നാം ദുഃഖിച്ചിടേണ്ട തെല്ലിതിൽ. ഒരു ഗോപസ്ത്രീ പ്രേമഭാജനമായിരിക്കുന്ന രാധയോട് പറയണം, രാധേ നീ വിഷമിക്കണ്ട, എനിക്ക് വിഷമമുണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ഉറപ്പുണ്ട് യശോദമ്മ അയക്കില്ല. പ്രവേശയോ. ധനുര്യാഗത്തിനും മറ്റും യശോദ മുകിൽ വർണ്ണനെ അയക്കുകയില്ല രാധേ നാം ദുഃഖിച്ചിടേണ്ട തെല്ലിതിൽ. ലവലേശം ദുഃഖിക്കണ്ടെന്നാ. അക്രൂരൻ കൊണ്ടുപോം എങ്കിൽ തടയണം നമുക്കുടൻ. ഈ ഉപരോധം അന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏത്? ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലത്താണ് ഈ ഖരാവ് തുടങ്ങിയിട്ടുള്ളത്. നമുക്കിഷ്ടമില്ലാത്തവർ വഴി കൂടെ പോകുമ്പോൾ തടയുക, അത് ശരിയല്ല, എന്നാലും അപ്പം ഖരാവ് അക്രൂരൻ കൊണ്ടുപോകുമെങ്കിൽ തടയണം നമുക്കുടൻ. അതാണ് ഇപ്പോഴും കാണാറില്ലേ ഈ വെള്ളത്തിൻ്റെ പീരങ്കി പ്രയോഗം. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ മുന്നിൽ നിലയിലുണ്ടെങ്കിൽ ചെറിയതായിട്ടൊരു കമ്മിണ്ടാവും. എന്നാലും അവർ ഈ കംസനെ പോലുള്ളവർ രാജ്യം ഭരിക്കുമ്പോൾ അവർക്ക് സ്ത്രീ പുരുഷ ഭേദമൊന്നും ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഉണ്ടതെന്നാ. അപ്പോൾ ചിലവർ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലായില്ലേ.
അത്രയ്ക്കൊരധികാരം തല്ലെന്നും നമ്മൾക്കുമില്ലയോ. നമ്മൾക്കെന്താ ഈ ജീവിതത്തിൽ ഒരു അധികാരമില്ലേ നമുക്ക് കൃഷ്ണൻ്റെ പേരിൽ? അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണ്ടേ? കൃഷ്ണനെ തടയണ്ടേന്നാണ് ചോദിക്കണതേ. കൃഷ്ണനെ കൊണ്ടുപോകുന്നത് തടയണമെന്നാണ് പറഞ്ഞത്. നന്ദഗോപാത്മജൻ നമ്മെ പിരിഞ്ഞ് എത്ര വിനിർദ്ധയം. അല്ല, ഇനി വേറൊരു കാര്യമുണ്ട്, ഇയാൾക്ക് സാധിക്കുമോ നമ്മൾ പിരിയാൻ? നമ്മൾ ഈ രാസലീലാവിലാസ ഏകലോലൻ രാസവിലാസേകലോലൻ ഗോപാലബാലകൻ നന്ദഗോപാത്മജൻ നമ്മെ പിരിഞ്ഞത്ര വിനിർദ്ധയം. അയാൾ തൻ കൂടെ അമ്മട്ടിൽ പോകുമോ ചൊൽക നീ സഖീ. കാർവർണ്ണനോടു നേരിട്ടു തന്നെ നമ്മൾക്ക് ഉടനെ ഇപ്പം തന്നെ പോയി ചോദിക്കാമല്ലോ. കാർവർണ്ണനോട് നേരിട്ടു തന്നെ നമ്മൾക്കു ചെന്നുടൻ ചോദിക്കിൽ എന്തേ വല്ലോരും വല്ലതും സംശയിക്കുമോ? ഇല്ല. വേറെ അമ്മട്ടിൽ തന്നെയാകട്ടെ ചന്ദ്രികേ. അങ്ങനെ ചന്ദ്രികേ രണ്ടർത്ഥമുണ്ട് അവിടെ. രാത്രി കഴിഞ്ഞേ ഈ വിവരം കിട്ടിയപ്പോൾ അപ്പോൾ ചന്ദ്രികയോട് ചോദിച്ചു എന്നാവാം, അല്ലെങ്കിൽ ചന്ദ്രിക എന്നുള്ള സ്ത്രീയോട് ചോദിച്ചു എന്നാവാം. എങ്ങനെയായാലും കുഴപ്പമില്ല. അമ്മട്ടിൽ തന്നെയാകട്ടെ ചന്ദ്രികേ എന്നെ എന്നെന്നും സംശയിച്ചും കൊണ്ടവർ വാഴട്ടെ മന്നിതിൽ. അങ്ങനെ നമ്മളെ അപഖ്യാതി പറഞ്ഞ് വരുത്തുന്നവരാണെങ്കിൽ അവരോട് ഗോ ടു ഹെൽ എന്ന് പറ. നമുക്കൊന്നും ബാധകമല്ല. ഏതായാലും നമുക്കെന്നും വിടാനാവില്ല കൃഷ്ണനെ. അതാണ് ശരി. ഏതായാലും നമുക്കെന്നും വിടാനാവില്ല കൃഷ്ണനെ. പിന്നീട് എന്തിനിവിടെ നാം മടിച്ചിങ്ങനെ നിൽക്കണം. സ്ഫുടം ഇങ്ങനെ മെല്ലയോതിയെന്നുടനൊന്നിച്ചു വിഭാതവേളയിൽ ഉടയോൻ്റെ ഗൃഹത്തിലേക്കു താൻ നടകൊണ്ടാർ നളിനായ ദാക്ഷികൾ. സ്ഫുടം പറയാനുള്ളത് വളരെ സ്ഫുടമായിട്ട് പറഞ്ഞു. സ്ഫുടം ഇങ്ങനെ മെല്ലെ ഓതിയനുടനൊന്നിച്ച് വിഭാതവേളയിൽ ഉടയോൻ്റെ ഗൃഹത്തിലേക്കു താൻ നടകൊണ്ടാർ നളിനായ ദാക്ഷികൾ. നേരെ പുലർച്ചെ ആവണേൻ്റെ മുമ്പ് തന്നെ എല്ലാവരും എവിടേക്ക് എത്തി? നന്ദഗോപരുടെ വീട്ടിലെത്തി. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഷണ്ണവതിതമസർഗ സർവത്ര ഗോവിന്ദനാമസർഗീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ആ 96-ാം അധ്യായം അവസാനിച്ചു. ഉടനെ നമുക്ക് 97ലേക്ക് പോവാം. 97-ാം സർഗം രാമകൃഷ്ണന്മാരുടെ യാത്രോത്സവം. അവിടെ യാത്ര ഉത്സവമാക്കി മാറ്റിയെന്നാണ് പറഞ്ഞത്. ഉണ്ണികൾ 1-ാം ശ്ലോകം. ഉണ്ണികൾക്കെഴും ഉത്സാഹം അത്രയും കണ്ടിറങ്ങി ഞാൻ അല്ലാതെയാ ധനുര്യാഗം കാൺമാൻ ചെന്നിങ്ങിരിക്കയോ. ഉണ്ണികൾക്കെഴും ഉത്സാഹം അത്രയും കണ്ട് ഇറങ്ങി ഞാൻ. ധനുര്യാഗം കാണാൻ കുട്ടികൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ്. അല്ലാതെ ആ ധനുര്യാഗം കാണാൻ ചെന്നങ്ങിരിക്കയോ. ഞാൻ ധനുര്യാഗം കാണാനല്ല പോണത്. ചെറുപ്പത്തിൽ പോലും എനിക്ക് ആ വകയ്ക്കില്ല കൗതുകം. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഈ ധനുര്യാഗം പോലുള്ളതൊന്നും താല്പര്യമില്ല. നന്ദഗോപൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഭക്തിവർദ്ധകമാം വല്ല കീർത്തനാദിയിലെന്നിയേ. നമ്മളെ പോലെയല്ല. ഈ ഉത്സവം കാണാൻ പോണവർ 2 ആളുണ്ട്. ഒന്ന് അമ്മ തമ്പുരാട്ടിയനെ അല്ലെങ്കിൽ തേവരെ കണ്ട് തൊഴുക. അത് വളരെ ദുർലഭ ആൾക്കാരുള്ളൂ. അവർ വല്ല പാടകം പറിച്ചലോ അല്ലെങ്കിൽ ഓട്ടം തുള്ളലോ കഥകളൊക്കെ ഉണ്ടെങ്കിൽ കാണും പോരും. അല്ലാണ്ട് ഈ മേളം അല്ലെങ്കിൽ ഈ പടക്കം കള്ളുകൂടി തല്ല് അതൊന്നും അവർക്ക് ബാധകമല്ല. ഭക്തിവർദ്ധകമാം വല്ല കീർത്തനാദിയിലെന്നിയേ. എന്നാൽ എനിക്ക് ഉണ്ട് ഉൾപ്പൂവിൽ ഈ യാത്രയിലൊരാഗ്രഹം. മഹത്തായ ധനുര്യാഗം കാണാനുള്ള ഉര ചെയ്തിടാം. സസ്പെൻസിൽ വയ്ക്കുക. എന്നാൽ എനിക്ക് ഉണ്ട് ഉൾപ്പൂവിൽ ഈ യാത്രയിൽ ഒരാഗ്രഹം. എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്. അതെന്താന്ന് പറയണില്ല. മഹത്തായ ധനുര്യാഗം കാണാനല്ല ഉര ചെയ്തിടാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ കൂട്ടത്തിൽ ധനുര്യാഗമല്ല എൻ്റെ. മഹാത്മാവായ വസുദേവനെ ചെന്നൊന്നു കാണുവാൻ എൻ്റെ ഉറ്റ സതീർത്ഥനായിരിക്കുന്ന
വസുദേവരെ ഒന്ന് പോയി കാണണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്നാരാ പറഞ്ഞത്? ഇപ്പോൾ കാര്യം മനസ്സിലായി. ആർക്ക്? നന്ദഗോപർക്ക്. മഹാത്മാവായ വസുദേവനെ ചെന്നൊന്നു കാണുവാൻ, കിടാങ്ങളെ കാണുവാനും അദ്ദേഹം കാത്തിരിക്കയാം. നമ്മുടെ ഈ കുട്ടികളെ, പൊന്നോമന മക്കളെ അദ്ദേഹത്തിനൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ? സത്യം മനുഷ്യല്ലേ. കിടാങ്ങളെ കാണുവാനും അദ്ദേഹം കാത്തിരിക്കയാം. നന്ദഗോപാലൻ ഈ വണ്ണം യശോദയോട് ചൊൽകവേ. പിന്നെ യശോദയ്ക്കും ദേവിക്കും അതിൽ ഒരു മറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. നന്ദഗോപാലൻ ഈ വണ്ണം യശോദയോട് ചൊൽകവേ. യദ്ദേഹമെന്നു ചോദിച്ചും കൊണ്ടുവാൽ മുകിൽ വർണ്ണനും. യദ്ദേഹം അങ്ങപ്പോൾ ആരുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് ശ്രീകൃഷ്ണനും ബലരാമനും ചോദിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളതേ. യദ്ദേഹമെന്നു ചോദിച്ചും കൊണ്ടു വാൽമുകിർ വർണ്ണനും രാമനും വന്നണഞ്ഞാരങ്ങ് ഉത്സവത്തിനു പോകുവാൻ ധൃതി പൂണ്ടത്രയും വേഗം മയച്ചേടണം ഞങ്ങളെ. അപ്പോൾ അവർ രാമകൃഷ്ണന്മാർ അക്രൂരനോട് സംസാരിച്ചതും അക്രൂരൻ മറുപടി പറഞ്ഞതൊന്നും ആരോട് പറഞ്ഞിട്ടില്ല? നന്ദഗോപുരോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് 10-11 വയസ്സാണ്. ഇത്രയും മെച്യൂരിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ കാണാൻ പറ്റുമോ? അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ഞാൻ വെറുതെ അല്ല 6, 8, 10 വയസ്സിൽ പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പരിപക്വതാവസ്ഥ എന്താണ് ഈ പരിപക്വതാവസ്ഥ? ഇന്നലെ തമിഴിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രാസംഗികൻ, അതായത് ആധ്യാത്മിക പ്രാസംഗികൻ, ഹരികഥാകാലക്ഷേപം ചെയ്യുന്നൊരു മഹാൻ, ഞാൻ വളരെയധികം മനസ്സുകൊണ്ട് നമസ്കരിക്കുന്ന ഒരാളാണ്. ട്രിച്ചി കല്യാണസുന്ദരം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്രായമാണ്. നമ്മളൊക്കെ സ്റ്റണ്ടായി പോവും പരമശയിലെ. അപ്പോൾ അദ്ദേഹം പറയും ഈ പരിപക്വത എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുക വിചാരിക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഈ കാരോലിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ഇങ്ങനെ ചൂടായി തിളച്ച ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള കൂട്ടുണ്ട്, അത് എടുത്തിട്ട് ഇങ്ങനെ 6 ആണെങ്കിൽ അതങ്ങോട്ട് ഫില്ല് ചെയ്താൽ അതിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങും എണ്ണയിൽ. കുറേ നേരം കഴിയുമ്പോൾ ആ തിള നിൽക്കും. എന്നിട്ടോ അത് കമത്തിയിടും. അപ്പോഴേക്കും അത് വെന്താൽ തീരെ പതവില്ല. പിന്നെ അതാണ് പരിപക്വതാവസ്ഥ. പ്രദോഷകൾ അതേമാതിരി പഴം മഞ്ഞ നിറം വന്നു എന്ന് പറഞ്ഞിട്ടായില്ല. അത് തൊലിയുടെ കനം കമ്മിയായാൽ അതിനൊരു വാസന വരാറുണ്ട്, പഴം പഴുത്തുണ്ട്. ഈ പരിപക്വതാവസ്ഥ അതന്നെ മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ കാര്യം, മനസ്സിലായില്ലേ? അപ്പോൾ ധൃതി പൂണ്ടത്രയും വേഗം മയച്ചിടണം ഞങ്ങളെ എന്ന് അവരെ. വണ്ടിക്കാരൊക്കെയും പാതവയ്ക്കൽ വന്നങ്ങിരിക്കയാം. പേടിക്കൊന്നും വേണ്ട, വണ്ടിക്കാരൊക്കെ നേരം വിളിച്ചാകുമ്പോൾ എത്തിയണു. വണ്ടി തിരിച്ചിട്ടുണ്ടെന്നാ പോകേണ്ട സൗകര്യത്തിന്. വണ്ടിക്കാരൊക്കെയും പാതവയ്ക്കൽ വന്നങ്ങിരിക്കയാം എന്നോതിമിന്നും ആ 2 സൗഭാഗ്യമുകുളങ്ങളെ. ഇവർക്ക് അവിടെ എത്താൻ വെമ്പലായി. സൗഭാഗ്യമുകുളങ്ങളെ ഈശ്വരൻ തന്നെ പാരെന്നു തൊടിച്ച തിലകങ്ങളെ. ഈശ്വരൻ ഈ 2 തിലകക്കുറികളെ ഭൂമിയിൽ ചാർത്തിയിട്ടുണ്ടെന്നാ ആ കാവ്യഭാവിയാണത്. ഈശ്വരൻ തന്നെ പാരിന്നു തൊടിച്ച തിലകങ്ങളെ വാലിപ്പുണർന്നു മാറോടണച്ചാൻ ഗോകുലാധിപൻ. അദ്ദേഹം വളരെയധികം പാരവശ്യത്തോടു കൂടിയിട്ട് ഈ 2 കുട്ടികളെയും മാറി മാറി അണച്ച് വാരി പുണർന്നു. വാർകുന്തൽ വാർന്നു കെട്ടിച്ചു രണ്ടാളുടെയും തലമുടിയൊക്കെ എന്താണെന്നാ പറയുക, വാരി ചീകി പുതുപീലി വെച്ച് കെട്ടിയെന്നാ. വാർകുന്തൽ വാർന്നു കെട്ടിച്ചു 2 പുതുപീലികൾ ചൂടിച്ചു ഗോപിക്കുറിയും കുങ്കുമപ്പൊട്ടും എത്രയും ചേലിൽ തൊടിയിച്ച് വാലിട്ടു തൃക്കണ്ണെഴുതി മെല്ലവേ. കുട്ടികൾക്ക് കണ്ണെഴുത വാല്
ചേലിൽ തൊടിച്ചു വാലിട്ടു തൃക്കണ്ണെഴുതി മെല്ലവേ മെല്ലവേ, കണ്ണ് കളിക്കാൻ പാടില്ല, കണ്ണലിക്കാവാൻ പാടില്ല. കുളിർക്കെ ഒന്നും വെച്ചാളമ്മ കൗതൂഹലത്തിനാൽ. യശോദമ്മ ഒരു അന്തി എന്താ പറയാ, ഇനിയിങ്ങനെ കിട്ടില്ല, കയ്യിൽ നിന്ന് പോവുകയാണ് മുതലേ. കുളിർക്കെ ഒന്നും വെച്ചാളമ്മ കൗതൂഹലത്തിനാൽ. ഉണ്ണിക്കിടാങ്ങൾ പുതുതായി ഉത്സവത്തിനു പോകയാം. മണിപ്പതക്കമാർന്നീടും അനേകം രത്നമാലകൾ, സൂക്ഷിച്ചു വെച്ച മാലകളൊക്കെ അണിയിച്ചു. മണിപ്പതക്കമാർന്നീടും അനേകം രത്നമാലകൾ നിറച്ച് വെച്ചതു വെള്ളിച്ചെല്ലമഞ്ചാരെടുത്തുടൻ. ഈ ചെല്ലം എന്ന് പറഞ്ഞാൽ ഈ വെറ്റില മുറുക്കുന്ന പാകത്തിലുള്ള വെള്ളിച്ചെല്ലങ്ങളിലാണ് ഈ വിലപ്പിടിപ്പുള്ള മാലകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. തുറന്നു കാട്ടിനാളോമൽ കിടാങ്ങൾക്കു മനസ്സിനി, ആ വാക്ക് മാറി മാറിയെടുത്തോരന്യോന്യം നോക്കി ഉണ്ണികൾ. ഏട്ടൻ ഇതത്രയും യോജിപ്പെനിക്കും, എനിക്ക് ഈ മുത്തുമാലയും. എനിക്ക് ഈ മുത്തുമാല യോജിക്കുക, ഏട്ടന് ഈ വൈരമാല നന്നായിരിക്കും. മതിയെന്ന് അരവിന്ദാക്ഷൻ ചൊല്ലിനാൻ. അങ്ങനെ മതി എന്ന ഒരു മൂപ്പരാണല്ലോ ഫൈനൽ സേ. മതിയെന്ന് അരവിന്ദാക്ഷൻ ചൊല്ലിനാൻ നന്ദഗേഹിനി, യശോദമ്മ. നന്ദഗേഹിനി ഇഷ്ടം പോലെ അവർക്ക് അമ്പാർന്ന് അണിയിച്ചാളെടുത്തുടൻ. തങ്കത്രിക്കൈ വളയും, തങ്കത്തിൽ തീർത്തിട്ടുള്ള ഭഗവാന്റെ ഇരു കൈയിലേക്കുള്ള വളകൾ. തങ്കത്രിക്കൈ വളകളും വിരൽ പൊന്മോതിരങ്ങളും പുതുതായി ഇടുവിച്ചാളുൾ കൗതുകം പൂണ്ടു രോഹിണി. രോഹിണി ദേവിയും രണ്ട് കുട്ടികൾക്ക് മോതിരങ്ങളൊക്കെ ഇഴിച്ചു. പീത നീലാംബരം രണ്ടും പരന്ന കസവുള്ളവ, നല്ല പരന്ന കസവുള്ളവ. പീത നീലാംബരം രണ്ടു പരന്ന കസവുള്ളവ ഞെറിഞ്ഞൊടുപ്പിച്ചു മാറോടണച്ചാൽ രണ്ടുപേരെയും. അതൊക്കെ പറയാൻ പറ്റില്ല. നമ്മളാ സ്ഥലത്തുണ്ട്, നമ്മളാ സ്ഥലത്ത് ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾക്കും വാരിപ്പുണരാൻ തോന്നുന്നില്ലേ? അതല്ലേ എൻ്റെ അവസ്ഥ. ചോദിച്ചാൻ അച്യുതൻ ചാന്തിൻ കുറിയും കൂടി വേണ്ടയോ? ലോകൈകനാഥ കൃഷ്ണ, ലോകൈകനാഥനായിരിക്കും, അല്ല ഒരു ചാന്ത് പൊട്ടും കൂടി ആയിക്കൂടെ. ചോദിച്ചാൻ അച്യുതൻ ചാന്തിൻ കുറിയും കൂടി വേണ്ടയോ? യശോദ ചൊല്ലിനാൾ വേണ്ട, പൊട്ടിതേ മതി. ഓ, നമ്മളെ ഒരു സന്തോഷാധിക്യം കൊണ്ടുള്ളൊരു ശാസന വേണ്ട മോനെ. ഇപ്പം തന്നെ നീയെ എന്നെ കണ്ടാൽ ആൾക്കാർ കണ്ണുവയ്ക്കും, പിന്നെ ഒരു ചാന്ത് പൊട്ടും കൂടി വേണ്ട. യശോദ ചൊല്ലിനാൾ വേണ്ട, പൊട്ടിതേ മതി. ചൊല്ലിനാൻ ബാലഗോപാലൻ ചിരിച്ചും കൊണ്ടുമെല്ലവേ. മറ്റോർക്കു നന്നായി തോന്നേണം അതോ അതേ മർത്യനു ഭൂഷണം. ഓ എന്താ. അപ്പോൾ ഭഗവാൻ മെല്ലെ ഒരു കമൻറ്റ് പറഞ്ഞ, കാണണവർക്കൊരു ഉത്സാഹം ഉണ്ടായിക്കോട്ടെ അമ്മേ, അതിനല്ലേ നമ്മുടെ ജീവിതം എന്ന്. പ്രീതികരമായിട്ട് ജീവിക്കണം എന്ന് പറയുക ചെയ്യണതേ. മറ്റോർക്ക് നന്നായി തോന്നേണം അതേ മർത്യനു ഭൂഷണം. എത്ര വലിയൊരു വേദാന്ത സത്യം അദ്ദേഹം പറഞ്ഞത്. മറ്റോർക്ക് നന്നായി തോന്നേണം അതേ മർത്യനു ഭൂഷണം. അമ്മയ്ക്കിന്ന് ഞങ്ങളെ അലങ്കരിച്ചു മതിയാകണം. അതിലൊക്കെ ദ്വിതീയ അർത്ഥങ്ങളാണ്. അമ്മയ്ക്ക് ഇന്ന് ഞങ്ങളെ അലങ്കരിച്ചു മതിയാകണം. നാളെ മുതൽ കാണാൻ പറ്റില്ല അമ്മേ. നാളെ ഞങ്ങൾ രണ്ടുപേരുടെയും എന്താന്നാ പറയാ, അവതാര നിയോഗം എൻ്റെ അമ്മാവിനെ പിടിച്ച് താഴെ ഇറക്കി കൊല്ലലാണ്. നാളെ ഇനി ഇങ്ങനെ അലങ്കരിക്കാനൊന്നും പറ്റില്ല. അമ്മയ്ക്ക് ഇന്ന് ഞങ്ങളെ അലങ്കരിച്ചു മതിയാകണം. എന്താ മനസ്സിലായത്? കൊട്ടരെ, എന്നോമന പൊന്മകനെ ചൊല്ലായക അമ്മട്ടൊരിക്കലും. ഓ, കണ്ണ് വയ്ക്കും നീ അങ്ങനെ, അതായത് അറം പറയരുതെന്ന്. എന്നോമന പൊന്മകനെ ചൊല്ലായക അമ്മട്ടൊരിക്കലും. യശോദയോതിനാൽ മാറോണച്ചും കൊണ്ടുമാനിനി പൈതങ്ങളുടെ ചന്തം കണ്ട് അത്ഭുതപ്പെട്ടു സർവരും. എല്ലാവരും ഇവരുടെ ഈ രൂപം കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ നിർത്താം.
അല്ലെങ്കിൽ വേണ്ട, ഇത് ഒരു 4-5 ശ്ലോകം കൂടി കഴിഞ്ഞിട്ട് നിർത്താം. അല്ലാണ്ട് ഇപ്പം എന്താ. നന്ദഗോപാലൻ ആനന്ദ വിവശൻ ചൊല്ലി ഇങ്ങനെ. നന്ദഗോപാലൻ ആനന്ദ വിവശൻ, ആനന്ദം കൊണ്ട് വിവശനായിട്ടുള്ളവൻ ചൊല്ലി ഇങ്ങനെ. ഈ രണ്ടുണ്ണികളെ കാണെങ്കിൽ മറ്റെന്തൊരു മഹോത്സവം. ഇവരെ രണ്ടാളെയും നോക്കി നോക്കി ഇരിക്കുന്നതിനേക്കാൾ വലിയൊരു ഉത്സവം വേറെ എന്താണ്? ധനുര്യാഗോത്സവം കാണാൻ വന്നുള്ളോർ ഈ കിടാങ്ങളെ കാണുകയല്ലാതെ നോക്കില്ല മറ്റൊന്നും ശങ്കയില്ലതിൽ. അതാണ് ശരി അല്ലേ? ഈ രാമനെയും കൃഷ്ണനെയും ബലരാമനെയും ശ്രീകൃഷ്ണനെയും കണ്ടാൽ പിന്നെ വേറൊരു കാഴ്ചയിലേക്കും പോവില്ല. അതാണ് നടക്കാനും പോണത്. കണ്ണേറു തട്ടും കുഞ്ഞുങ്ങൾക്ക്, കണ്ണേറ് കൊതി പിടിക്കും. കണ്ണേറ് തട്ടും കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ഇന്നിതൊരേ ഭയം. എനിക്ക് ഇതൊരു ഭയമുള്ളൂ, കുട്ടികൾക്ക് കണ്ണ് തട്ടാണ്ടിരിക്കണം. ജപിച്ചു ഭസ്മവും കയ്യിൽ കരുതാം ഒരു അളുക്കിൽ ഞാൻ. ബ്രാഹ്മണരാൽ ജപിച്ചിട്ടുള്ള ഭസ്മുണ്ട്, അതൊരു അളുക്കിൽ നമ്മൾക്ക് കരുതാം. എപ്പോഴും കുട്ടികൾക്ക് ഭസ്മം തുടിക്കണം. പൈതങ്ങളെ ഉടൻ പ്രാതൽ കഴിപ്പിച്ചു മനസ്സിനി, പ്രാതൽ കഴിപ്പിച്ചു മനസ്സിനി ഗോകുലേശനോടെ വണ്ണം മോദി വാത്സല്യപൂർവകം. നന്ദഗോപുരോട് എന്തോ പറഞ്ഞു, അതിപ്പോൾ മനസ്സിലാവും. തിരക്കില്ല എങ്ങും പോകാതെ വെറും കൊച്ചുകിടാങ്ങളെ കാണില്ലവർ പിരിഞ്ഞീടിൽ കൈപിടിച്ചേ നടക്കണം. പോരെ? അതേ, ഒരു കാര്യമുണ്ട്. ഈ 2 കുട്ടികളുടെ വിടരുത് നിങ്ങൾ. കാരണം തിരക്കുണ്ടാവും. തിരക്കിൽ ഈ കുട്ടികളെ കൈവിട്ടാൽ നമുക്ക് പിന്നെ കിട്ടാൻ പണിയാണെന്നാണ് പറഞ്ഞത്. അതാണ് സംഭവിക്കാൻ പോണത്. തിരക്കിലെങ്ങും പോകാത്ത വെറും കൊച്ചുകിടാങ്ങളെ. ഇതുവരെ 10 ആളുള്ള സ്ഥലത്തേക്ക് പോയിട്ടില്ല, വൃന്ദാവനം വിട്ട് പുറത്തു പോയിട്ടില്ല. അപ്പോൾ തിരക്കിലെങ്ങും പോകാത്ത വെറും കൊച്ചുകിടാങ്ങളെ കാണില്ലവർ പിരിഞ്ഞീടിൽ കൈപിടിച്ചേ നടക്കണം. ഇന്ന് ഈ വിധം കഴിഞ്ഞോട്ടെ, നാളെ തന്നെ മടങ്ങണം. ഇന്ന് നമ്മൾ അവിടെ എത്തും, നാളെ തന്നെ മടങ്ങണം. പിന്നെ അവിടെ നിൽക്കണ പ്രശ്നമൊന്നുമില്ല. ഇന്ന് ഈ വിധം കഴിഞ്ഞോട്ടെ, നാളെ തന്നെ മടങ്ങണം. കംസൻ വാഴുന്നൊരാ നാട്ടിൽ പാർത്തു പോകാൻ ഉരന്തിയും. കംസൻ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മൾ അന്തിയുറങ്ങാൻ പാടില്ല. അത്രയും കഠിനനാണ് അയാൾ, മോശക്കാരനാണ് അയാൾ. ഇദ്ദേഹത്തോടുമോദേണം കുമാരന്മാരെ നോക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളാം പ്രത്യേകം അക്രൂരൻ തൊഴുതോതിനാൻ. അപ്പോൾ അമ്മയ്ക്ക് പറയാലോ, യശോദമ്മയ്ക്ക് പറയാലോ, കുട്ടികളുടെ അപ്പനാണ്, കാര്യമൊക്കെ ശരിയാണ്, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നിങ്ങളാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഇദ്ദേഹത്തോട് മോദേണം കുമാരന്മാരെ നോക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളാം. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം ശ്രദ്ധിച്ചു കൊള്ളാം, ഞങ്ങളെ ശ്രദ്ധിക്കണ ആളെ ഞങ്ങളെന്തിനാ ശ്രദ്ധിക്കണേ? ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ആളെ നമ്മളെന്തിനാ ശ്രദ്ധിക്കണം? അതൊന്നും ഇപ്പോൾ ഈ അമ്മമാരോട് പറഞ്ഞിട്ട് കാര്യമില്ലേ. ശ്രദ്ധിച്ചു കൊള്ളാം പ്രത്യേകം അക്രൂരൻ തൊഴുത് ഓതിനാൻ. തേർത്തട്ടിൽ അഖിലാണ്ഡങ്ങൾ പാലിക്കും പൊൻകിടാങ്ങളെ. എന്നെ കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ചു, അതാണ്ടായത്. തേർത്തട്ടിൽ അതായത് ഈ തേരിൽ ഇരിക്കാനുള്ള സ്ഥലത്ത് അഖില അണ്ഡങ്ങൾ, എത്ര മിൽക്കി വേസ്, എത്ര യൂഥങ്ങളുണ്ടോ അതിനൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഭഗവാൻ പാലിക്കും പൊൻകിടാങ്ങളെ. പിന്നെ 2 ആളുണ്ട്. കൈ പിടിച്ചേറ്റിനാൻ മെല്ലെ മെല്ലെ കൈ പിടിച്ച് കയറ്റി. മഹാഭാഗവതോത്തന് മാത്രമേ അത് സാധിക്കുള്ളൂ. സൂര്യൻ വിണ്ണിൽ ഉദിച്ചേതോ ഏതാണ്ട് അരനാഴിക പൊങ്ങവേ. അതായത് ഉദിച്ച് ഒരനാഴികയായിട്ടുള്ളൂ. സൂര്യൻ വിണ്ണിൽ ഉദിച്ച് ഏതാണ്ട് അരനാഴിക പൊങ്ങവേ. പാൽച്ചോറും മറ്റും അത്തേരിൽ അമ്മമാർ കൊണ്ടുവയ്ക്കവേ. വഴിയിൽ പാൽച്ചോറ്, കാഴ്ചദ്രവ്യങ്ങൾ പലതും കാളവണ്ടികളിൽ ക്ഷണം നിറച്ചു നന്ദഗോപാദ്യരുടൻ പിന്നാലെയെത്തവേ. കപ്പം കൊടുക്കാനുള്ള നെയ്യ്, വെണ്ണ, തൈര് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാളവണ്ടിയിലൊക്കെ റെഡിയാക്കി. അവസാനത്തെ ശ്ലോകം 31. കാർവർണ്ണനും രാമനും മാരഥത്തിൽ ഏറി തിരിഞ്ഞ് അമ്പോട് നോക്കി നിൽക്കേ. 2 കൂട്ടരും ഇറങ്ങിയിട്ടൊന്ന് പിന്തിരിഞ്ഞ് നോക്കി. ഇനി ഈ ഗൃഹത്തിലേക്ക് നമ്മൾ വരാൻ പോകണില്ല, അതാണ് സത്യം. കാർവർണ്ണനും രാമനും മാരഥത്തിലേറി തിരിഞ്ഞ് അമ്പോട് നോക്കി നിൽക്കേ.
കണ്ണീർ കിനിഞ്ഞിങ്ങനെ പിന്നിൽ വന്നു ഗോപീജനം കേഴുകയാണ് ഈ വണ്ണം. ഗോപസ്ത്രീകളെ കരഞ്ഞും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അതെന്താണ് പറഞ്ഞത്? നാളെ പറയാം. 98-ാമത്തെ സർഗത്തിൽ ഗോപീ വിലാപം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ 97 സർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.